അങ്ങനെ രേഖാചിത്രത്തിൽ മമ്മൂട്ടിയുണ്ട് എന്നുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ആസിഫ് അലി തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു മമ്മൂട്ടി ഉണ്ടാകുമോ ഈ ചിത്രത്തിൽ എന്നത് സംബന്ധിച്ച്. കാരണം ഒളിഞ്ഞും തെളിഞ്ഞുമായി പല റൂമേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യം അല്ലാത്തത് കൊണ്ട് തന്നെ ആ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ മാറിയതുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ആസിഫ് അലിയുടെ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ്. ആസിഫ് അലിയും മമ്മൂട്ടിയും ഒന്നിച്ചുള്ള ഒരു ചിത്രമാണ്. അതിനൊരു നീണ്ട അടിക്കുറിപ്പും കൂടി ആസിഫ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. രേഖാചിത്രം എന്നതിൻ്റെ ഏറ്റവും പുതിയ ചിത്രം നാളെ തിയേറ്ററിലെത്തുകയാണ്. ഈ സിനിമയിൽ മമ്മൂക്കയുണ്ടോ എന്ന ചോദ്യവും ഉത്തരം തേടിയുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞാനും കാണുന്നുണ്ട്. അതിന് നേരിട്ടൊരു മറുപടി തരാൻ ഈ ചിത്രത്തിൽ അഭിനയിച്ച ഒരു നടൻ എന്ന നിലയിൽ തൽക്കാലം എനിക്ക് കഴിയില്ല. എങ്കിലും ഈ ചിത്രത്തിൽ മമ്മൂക്കയെ പ്രതീക്ഷിക്കുന്നവർ ആരും തന്നെ നിരാശരാവില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങളെ കാത്ത് ഒരു കുഞ്ഞു സർപ്രൈസ് ഈ സിനിമയിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. സിനിമയുടെ റിലീസ് കാത്തു നിൽക്കുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് മമ്മൂട്ടി എന്ന മഹാനടനോടും ഒരു പക്ഷേ അതിലേറെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മമ്മൂക്ക എന്ന വ്യക്തിയോടുമുള്ള എൻ്റെ നന്ദിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമ്മതവും അനുഗ്രഹവും അദ്ദേഹം തന്ന ധൈര്യവും ഞങ്ങളോടും ഈ സിനിമയോടും അദ്ദേഹം കാണിച്ച തുറന്ന മനസ്സുമില്ലാതെ ഒരിക്കലും ഈ സിനിമ സംഭവിക്കില്ലായിരുന്നു. ഈ സിനിമയിൽ എന്ന പോലെ എൻ്റെ കരിയറിലും ദിശാബോധവും ധൈര്യവും തന്ന ഒരു നെടുന്തൂണായി അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എന്നും ഉണ്ടായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞാൽ തീരുന്നതല്ല. എന്നാലും മമ്മൂക്ക എൻ്റെ മനസ്സും ഉള്ളും നിറഞ്ഞ നന്ദി എന്നുള്ള ഈ പോസ്റ്റ് രാത്രി ഏകദേശം 11 മണിയോടുകൂടിയാണ് ആസിഫ് പോസ്റ്റ് ചെയ്യുന്നത്. രേഖാചിത്രം റിലീസാകുന്നതിന് 9-ാം തീയതി റിലീസ്, അതായത് ഇന്ന് റിലീസാകുന്നു. 8-ാം തീയതി രാത്രി 11 മണിയോടെ ആസിഫ് അലിയുടെ ഈ പോസ്റ്റ് വരുന്നു. ഈ പോസ്റ്റ് വന്നതോടെ വൈറൽ എന്ന് പറഞ്ഞാൽ പോരാ, കൊടും വൈറലായി മാറുകയായിരുന്നു. അത് ഏകദേശം അർദ്ധരാത്രി സമയത്താണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നതെന്നും കൂടി ആലോചിച്ച് നോക്കണം. സാധാരണയായി ഈ സിനിമകളുടെ റിലീസിന് തലേന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ ഈ സംവിധായകരോ നടന്മാരോ പൊട്ടിക്കുന്നൊരു ഗുണ്ടുണ്ട്. അതായത് ഇപ്പോൾ വിക്രം റിലീസിന് തലേ ദിവസം മുമ്പ് ലോകേഷ് പറഞ്ഞിരുന്നത് പ്ലീസ് റീവിസിറ്റ് കൈദി ബിഫോർ എൻട്രിങ് ഇൻ ടു ദ വേൾഡ് ഓഫ് വിക്രം എന്ന് പറഞ്ഞിരുന്ന ലോകേഷിൻ്റെ ഒരു പോസ്റ്റ് വളരെയധികം വൈറലായിരുന്നു. ഇങ്ങനെ ഈ സിനിമയുടെ റിലീസിന് തലേ ദിവസം അത്രയും നാളുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങൾ, ഗോസിപ്പുകൾ, റൂമറുകൾ, ഇതൊക്കെ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ റെസ്പോൺസ് തന്നെയാണ് രേഖാചിത്രം എന്ന സിനിമയിലൂടെ ഈ ഒരു പോസ്റ്റിന് പിന്നാലെ, മമ്മൂട്ടി എന്ന നടനെ വെച്ചുകൊണ്ടുള്ള ഈ പോസ്റ്റിന് പിന്നാലെ തന്നെ എത്തിയിരിക്കുന്നത്. നിരവധി താരങ്ങൾ ഉൾപ്പെടെ ഇതിന് കമൻറ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഗണപതി എത്തിയിട്ടുണ്ട്, ദിവ്യപ്രഭ, അങ്ങനെ ഒരു വലിയ താരനിര ഇതിന് കമൻറ്റ് സെക്ഷനിലും എത്തിയിട്ടുണ്ട്. പക്ഷേ രേഖാചിത്രത്തിൽ മമ്മൂട്ടിയുടെ റോൾ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഈ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ഹിസ്റ്ററി ഓൾട്ടർനേറ്റ് ചെയ്യുക, അതിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കാം തുടങ്ങി നിരവധി സംശയങ്ങളുള്ള സിനിമകളൊക്കെ ഇതിന് മുമ്പ് റിലീസായിട്ടുണ്ട്. ആ പട്ടികയിലേക്ക് രേഖാചിത്രം എത്താൻ പോവുകയാണ്. എങ്ങനെയായിരിക്കാം അതിൻ്റെ ഒരു രീതിയിലേക്ക്, ആ സിനിമ എങ്ങനെയാണ് ടേക്ക് ഓവർ ചെയ്യുക തുടങ്ങി നിരവധി സംശയങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. എന്തായാലും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ചിത്രത്തിൻ്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരും. ഈ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ എന്തായിരിക്കാം ഈ സിനിമയെ സംബന്ധിച്ച്, എങ്ങനെയായിരിക്കാം ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് വിജയമുണ്ടാകാൻ സാധിക്കുക എന്നുള്ളത്. കാരണം 2025 തുടങ്ങുമ്പോൾ തന്നെ ഐഡന്റിറ്റി എന്ന ചിത്രത്തിലൂടെ ടൊവിനോയ്ക്ക് മികച്ചൊരു തുടക്കം നേടാൻ സാധിച്ചു. സമ്മിശ്ര അഭിപ്രായങ്ങളായിരുന്നെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ ജനുവരി 2-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ രേഖാചിത്രം പുതിയ ചരിത്രങ്ങൾ തിരുത്തുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്.